7 കുട്ടികളുടെ അമ്മയും നിരീശ്വരവാദിയുമായിരുന്ന റൂത്തിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള നാമകരണ നടപടികൾ സ്വീകരിച്ച് വത്തിക്കാൻ. 1975 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേരുമ്പോൾ നിരീശ്വരവാദിയും ഗർഭഛിദ്രത്തെ അനുകൂലിക്കുന്ന വ്യക്തിയുമായിരുന്നു റൂത്ത്. എന്നാൽ പിന്നീട് സത്യം തേടിയുള്ള യാത്രയിൽ ഭർത്താവ് മൈക്കൽ പഗാലുക്കിനൊപ്പം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. വിശുദ്ധ മദർ തെരേസയെ പോലെയുള്ളവരുടെ ജീവിതം റൂത്തിനെ സ്വാധീനിച്ചിരുന്നു. 1981 ആദ്യ കുഞ്ഞിനെ ജന്മം നൽകിയ ശേഷമാണ് റൂത്ത് കത്തോലിക്ക സഭയിൽ ചേർന്നത്. 7 മക്കളുടെ അമ്മയായിരുന്ന റൂത്ത് കുടുംബജീവിതത്തോടൊപ്പം ഓപ്പസ് ഡെയിയിലെ അംഗമെന്ന നിലയിൽ ആത്മീയ ജീവിതവും പ്രോ ലൈഫ് പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. ഗർഭഛിദ്ര വിരുദ്ധ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന റൂത്ത് മസാച്യുസെറ്റ്സ് സിറ്റിസൺസ് ഫോർ ലൈഫ് എന്ന സംഘടനയുടെ നേതൃത്വവും വഹിച്ചിരുന്നു. 34-ാം വയസ്സിൽ സ്തനാർബുദം സ്ഥിരീകരിച്ച റൂത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തന്റെ കുടുംബത്തോടും പ്രോ ലൈഫ് പ്രവർത്തനങ്ങളും തുടർന്നു. രോഗത്തിന്റെ വേദനകളെ ദൈവികമായ ശാന്തതയോടെ റൂത്ത് നേരിട്ടു. ദൈവം എനിക്ക് നൽകിയ ജീവിതത്തെ ഞാൻ സ്നേഹിച്ചു. ഇതിലും നല്ലൊരു ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് റൂത്ത് ഒരു സുഹൃത്തിനെഴുതിയ കത്തിൽ കുറിച്ചിരുന്നു. 1998 സെപ്റ്റംബർ 23 41-ാം വയസ്സിലാണ് റൂത്ത് മരിക്കുന്നത്. സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയാണ് റൂത്ത് ജീവിച്ചതും മരിച്ചതെന്നും വോർസെസ്റ്റർ കത്തീഡ്രൽ റെക്ടർ അഭിപ്രായപ്പെട്ടു. അവരുടെ ജീവിതകഥ ഭർത്താവ് മൈക്കിൾ എഴുതിയ ദി അപ്പോളിംഗ് സ്ട്രേഞ്ച്നെസ് ഓഫ് ദി മേഴ്സി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ സാധാരണ ജീവിതത്തിലെ വിശുദ്ധിയുടെ മാതൃകയായിട്ടാണ് 41-ാം വയസ്സിൽ അന്തരിച്ച റൂത്ത് പഗാലുക്കിന്റെ ജീവിതത്തെ സഭ കാണുന്നത്.